എപ്പോഴെങ്കിലും നിങ്ങൾ മേഘങ്ങളെ നോക്കി ആസ്വദിച്ചു നിന്നിട്ടുണ്ടോ? ആ മേഘങ്ങളെ ഒന്ന് തൊടണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് നിങ്ങളെ അതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്. എന്താ, യാത്ര തുടങ്ങുകയല്ലേ? മൂന്നാറിൽ നിന്നും 27 കിലോമീറ്റർ അകലെ വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എല്ലപ്പെട്ടി. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ഗ്രാമത്തിന്റെ ഏതൊരു വശത്തേക്ക് നിങ്ങൾ ക്യാമറ തിരിച്ചു വെച്ചാലും അതിമനോഹരമായ ഫ്രെയിമുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത്രയ്ക്ക് മനോഹരിയാണ് എല്ലപ്പെട്ടി. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് അവരുടെ ലയങ്ങളുടെ അടുത്തായി കൃഷി ചെയ്യുവാനായി ടീ ഫാക്ടറി അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഇവർ ക്യാരറ്റും ക്യാബേജും ബ്രോക്കോളിയും എല്ലാമാണ് കൃഷി ചെയ്യുന്നത്. എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത കാഴ്ചകളാണ് എല്ലപ്പെട്ടി നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ നിന്നും തന്നെയാണ് ഇന്നത്തെ ക്യാമ്പിംഗ് സൈറ്റായ ക്ലൗഡ് ഫാമിലേക്കുള്ള ട്രെക്കിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന തേയിലത്തോട്ടത്തിന്റെയും കാടിന്റെയും എല്ലാം നടുവിലൂടെ 3.5 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്ത് വേണം നമുക്ക് ക്യാമ്പ് സൈറ്റിൽ എത്താനായിട്ട്. അതിൽ ഈ കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങിൽ 3 സ്ഥലങ്ങളിലായി കുത്തനെയുള്ള കയറ്റങ്ങളുണ്ട്. ഈ കയറ്റങ്ങളാണ് ഇവിടെ വരുന്ന ഭൂരിഭാഗം ട്രക്കേഴ്സിനെയും വെള്ളം കുടിപ്പിക്കാറുള്ളത്. നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റിന്റെ 300 മീറ്റർ അടുത്ത് വരെ ജീപ്പ് എത്തും. പക്ഷേ ഇവിടെ വരുന്ന ഗസ്റ്റുകളെ ആ ജീപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ റോഡാണ്. അവർ ഈ ക്യാമ്പ് സൈറ്റുകാർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ആ ജീപ്പ് ഇവർക്ക് വേണ്ട എസെൻഷ്യൽ ഐറ്റംസ് കൊണ്ടുപോകാനും മുകളിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ അവരെ താഴേക്ക് കൊണ്ടുവരാനും വേണ്ടി മാത്രം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് സൈറ്റിലേക്ക് വരുന്നവരെല്ലാവരും ഈ 3.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് വേണം മുകളിലേക്ക് എത്താനായിട്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ കാടിനകത്തുകൂടെയുള്ള ഒരു ട്രെക്കിംഗ് വല്ലാത്തൊരു അനുഭവമാണ് സമ്മാനിച്ചത്. ഇനി ഈ ട്രക്കിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മോഡറേറ്റ് ട്രക്കാണ്. അതായത് നിങ്ങളൊരു ആക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അധികം ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ ഈ ട്രക്കിന് വരുന്നതിന് ഒരു 3 ആഴ്ച മുമ്പ് കുറച്ച് വർക്കൗട്ടും വാക്കിങ്ങും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഈ ഒരു ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. മഴക്കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് ട്രയലിൽ അട്ടകൾ വളരെ കൂടുതലായിരുന്നു. ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ലീഡ് സോക്സ് കയ്യിലുണ്ടെങ്കിൽ അട്ടയെ പേടിക്കാതെ ധൈര്യമായി മുകളിലേക്ക് കയറിപ്പോകാം. അതില്ലാത്തവർ സാനിറ്റൈസറോ ഉപ്പോ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ അട്ടകളെ എടുത്ത് കളഞ്ഞിട്ടാണ് വന്നത്. എന്നാലും ട്രയൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയ അട്ടയത് ജസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വലിച്ചത് പെട്ടെന്ന് വന്നത്. അതല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപ്പോ വല്ലതും ഒക്കെ ഇടേണ്ടി വരും. ഒരെണ്ണവും കൂടി ഉണ്ട്, അതുകൂടെ കാണിക്കാം. താഴെയായിട്ട് ട്രെക്കിങ്ങിന്റെ ക്ഷീണവും അട്ടകടിയുടെ ഇറിറ്റേഷനും എല്ലാം മാറിയത് ഇവിടെ വന്ന് ഈ കാഴ്ച കണ്ടപ്പോഴാണ്. വെൽക്കം ടു ക്ലൗഡ് ഫാം. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് മൊബൈൽ നെറ്റ്വർക്കും ഇന്റർനെറ്റും ഒന്നുമില്ലാത്തൊരു ലോകം. ഇവിടെ വരികയാണെങ്കിൽ നമ്മളും ഈ മേഘങ്ങളും മാത്രം, പിന്നെ ഈ കാഴ്ച കാണാൻ വന്ന കുറച്ച് സ്ട്രേഞ്ചേഴ്സും. ഈ ഒരു സ്ഥലത്തിന്റെ ആംബിയൻസ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കണം ക്ലൗഡ് ഫാമിൽ നിങ്ങൾക്ക് വൈഫൈ ഫെസിലിറ്റിയോ അങ്ങനത്തെ മറ്റു സൗകര്യങ്ങളോ ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെല്ലാവരും ഈ ഒരു ആംബിയൻസുമായും കൂടെയുള്ള ബാക്കി ഗസ്റ്റുകളുമായും പെട്ടെന്നാണ് ബോണ്ട് ചെയ്യുന്നത്. മേഘങ്ങളുടെ മടിത്തട്ടിലുള്ള ഒരു കിടിലൻ ക്യാമ്പിംഗ് സൈറ്റ്, അതാണ് ക്ലൗഡ് ഫാം. ഇവിടെ 10 സ്റ്റേ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അറ്റ് എ ടൈം ഇവർക്ക് 35 പേരെയോളം ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസും അതിന്റെ ഡീറ്റെയിൽസും പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒന്ന് കോൾ ചെയ്തേക്കുക. ഇവിടെ വന്ന് താമസിക്കണമോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും വേണമെന്നേ പറയും. കാരണം അത്രയ്ക്ക് കിടിലൻ ആംബിയൻസ് ആണ് ഇവിടെയുള്ളത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, നിങ്ങൾ വന്ന് അനുഭവിച്ചറിയണം. ഈ മുന്നിൽ കാണുന്ന മലയുടെ 2 പീക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതിലെ റൈറ്റ് സൈഡിലെ പീക്കിലാണ് നമ്മളെ ഇവർ സൺസെറ്റ് ട്രക്കിനായി കൊണ്ടുവരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കാണ് സൺറൈസ് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. അതായത് ഒരേ മലയുടെ 2 ഡിഫറെന്റ് പീക്കുകളിൽ നിന്നും 2 ഡിഫറെന്റ് വ്യൂവിലാണ് നിങ്ങൾ സൺസെറ്റും സൺറൈസും കാണാൻ പോകുന്നത്. ഈ 2 പീക്കുകളുടെയും നടുവിലായിട്ടാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മേഘങ്ങൾ ക്ലിയർ ആയി കഴിയുമ്പോൾ ക്യാമ്പ് സൈറ്റിൽ നിന്നും കിട്ടുന്ന വ്യൂ ആണിത്. ഫ്രണ്ടിൽ കാണുന്നത് തമിഴ്നാട്ടിലെ ബോധിനായക്കമെട്ടാണ്. വളരെ പെട്ടെന്നാണ് ഇവിടെ അപരിചിതർ സുഹൃത്തുക്കളാകുന്നത്. രാത്രി ക്യാമ്പ് സൈറ്റിന്റെ ആംബിയൻസ് തന്നെ അങ്ങ് മാറി. ഡിം ലൈറ്റും മ്യൂസിക്കും ഈ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു. അടുത്ത ദിവസം വെളുപ്പിന് 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് സൺറൈസ് ട്രക്കിങ്ങിന് റെഡിയായി. ഒരു ചായയുമൊക്കെ കുടിച്ച് ഈ ഒരു കാഴ്ചയും കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഉദിച്ചുയരുന്ന സൂര്യനും മലകളും ഈ ക്ലൗഡ് ബെഡും എല്ലാം കണ്ടു നിൽക്കാൻ എന്ത് ഭംഗിയാണല്ലേ. ചുറ്റും മലനിരകൾ, നടുക്ക് കുറെ മേഘങ്ങളും, ഒരു ടാങ്കിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന പോലൊരു തോന്നൽ. ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലപ്പറ്റിയിൽ നിങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഈ ക്ലൗഡ് ബെഡ് കാണാൻ സാധിക്കുന്നത്. ചില സ്ഥലങ്ങളിലായി ടാങ്കിൽ നിന്നും വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നത് പോലെ ക്ലൗഡ് ബെഡ് താഴേക്ക് ഒഴുകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് നടക്കുന്നത് നമ്മുടെ ക്യാമ്പ് സൈറ്റിന് മുകളിലൂടെയാണ്. ഈ ഒരു പീക്കിൽ നിന്നുമാണ് നമ്മൾ ഈ സൺറൈസ് വിഷ്വൽസും ക്ലൗഡ് ബെഡും എല്ലാം ആസ്വദിച്ചത്. ഈ പീക്കിന്റെ 2 വശത്തുമുള്ള മലകൾ ഏതൊക്കെയാണെന്ന് കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നേരെ കാണുന്നത് മീശപ്പുലിമലയും തിപ്പടമലയും കൊളുക്കുമലയും എല്ലാമാണ്. ഇപ്പുറത്തെ വശത്തുള്ളത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനും. ടോപ്പ് സ്റ്റേഷനിലും കൊളുക്കുമലയിൽ നിന്നുമെല്ലാം നമുക്ക് ക്ലൗഡ് ബെഡ് കിട്ടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു ഭാഗത്തും നമുക്ക് ക്ലൗഡ് ബെഡ് കാണാൻ സാധിക്കും. മൂന്നാറിൽ വന്ന് ടോപ്പ് സ്റ്റേഷനിലും കൊളുക്കുമലയിലുമൊന്നും ക്ലൗഡ് ബെഡ് കിട്ടാതെ നിങ്ങൾ നിരാശരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എല്ലപ്പറ്റിയിൽ വരണം. കാരണം ഇവിടെ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ക്ലൗഡ് ബെഡ് കാണാൻ സാധിക്കും. ക്ലൗഡ് ബെഡിന്റെ തിക്നെസ് മാറിയപ്പോൾ എല്ലപ്പറ്റിയുടെ ഗ്രാമീണ കാഴ്ചകൾ കൺമുമ്പിലേക്ക് മെല്ലെ തെളിയുവാൻ തുടങ്ങി. ഒരുപാട് മനോഹരമായ ഫ്രെയിമുകളും അതിലും മനോഹരമായ ഓർമ്മകളും എക്സ്പീരിയൻസും സമ്മാനിച്ച എല്ലപ്പറ്റിയിൽ നിന്നും ഞാൻ തിരിച്ചിറങ്ങുകയാണ്. എല്ലപ്പറ്റിയിലെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു തവണ കൂടി എല്ലപ്പറ്റിയിലേക്ക് വരണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.